പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ രാത്രികാലം സ്വസ്ഥമായ ഉറക്കം തന്ന് രാവിലെ ഉണർന്നെഴുന്നേൽപ്പാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറയാം, സ്തുതിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ദർശനങ്ങളിൽ കൂടെയും സ്വപ്നങ്ങളിൽ കൂടെയും ദൈവം ചില മുന്നറിയിപ്പുകൾ തന്നത് പ്രാർത്ഥിച്ചതിനാൽ അതിന് വിടുതൽ ലഭിച്ച അനുഭവ സാക്ഷ്യത്തെക്കുറിച്ചായിരുന്നു. തുടർന്ന് പഴയ നിയമത്തിൽ ദർശനങ്ങളാലും വെളിപ്പാടുകളാലും ദൈവം ഇടപെട്ടിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. പുതിയ നിയമത്തിലും ദർശനങ്ങളിൽ കൂടെയും വെളിപ്പാടുകളിൽ കൂടെയും ദൈവം ഇടപെട്ടിട്ടുള്ള അനവധി സംഭവങ്ങളുണ്ട്. യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭിണിയായി എന്ന് കണ്ട് മറിയയെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ യോസഫ് തീരുമാനിച്ചു. ഈ സമയം യോസഫിന് കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യോസഫെ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്ന് അറിയിച്ചതായി കാണുന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിൻ്റെ നിവൃത്തിയാണ് ഈ സംഭവം എന്ന് ദൂതൻ സ്വപ്നത്തിൽ അറിയിച്ചതിനാൽ മറിയയെ ചേർത്തുകൊണ്ടു എന്ന് കാണുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണുവാൻ നക്ഷത്രം കിഴക്കുന്നത് കണ്ട് ചില വിദ്വാൻമാർ യെരുശലേമിലെത്തി. ഇത് ഹേരോദാവ് അറിഞ്ഞ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നിങ്ങൾ കണ്ടെത്തിയാൽ ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് എന്നെ അറിയിപ്പേൻ എന്ന് പറഞ്ഞു. ശിശുവിനെ കണ്ട് അവർ മടങ്ങുമ്പോൾ ഹേരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി മടങ്ങിപ്പോയതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്നറിയുന്ന ദൈവം ഹേരോദാവിൻ്റെ ഹൃദയരഹസ്യം അറിഞ്ഞു വിദ്വാൻമാർക്ക് സ്വപ്നത്തിൽ അരുളപ്പാട് കൊടുത്തതിനാൽ അവർക്ക് വേറെ വഴിയായി പോകുവാൻ ഇടയായി. ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കുവാൻ അന്വേഷിക്കുന്നു എന്ന് കണ്ടിട്ട് കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി എന്ന് കാണുന്നു. ശിശുവിനെയും അമ്മയെയും കൂട്ടി മിസ്രൈമിലേക്ക് പോകുവാൻ അരുളപ്പാട് കൊടുത്തതായി അവിടെ എഴുതിയിരിക്കുന്നു. പിന്നീട് ഇസ്രായേലിലേക്ക് അവർ മടങ്ങി വന്നതും യോസഫിന് സ്വപ്നത്തിൽ ദൂതൻ്റെ അരുളപ്പാട് ലഭിച്ചിട്ടാണ്. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുകയില്ല എന്ന് ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണുന്നു. രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്നത് പ്രവചന ശബ്ദത്തിലൂടെയോ സ്വപ്നങ്ങളിൽ കൂടെയോ ആണ്. അന്യജാതിക്കാരുടെ അടുക്കൽ പോകുന്നതും അവരുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമായിരുന്നു. എന്നാൽ യഹൂദന്മാരോട് മാത്രമല്ല ജാതികളോടും സുവിശേഷം അറിയിക്കണമെന്ന് പത്രോസിനോട് ദൈവം സംസാരിച്ചത് ഒരു ദർശനത്തിൽ കൂടെയായിരുന്നു. ഭൂമിയിലേക്ക് ഇറക്കിവിട്ട ഒരു പാത്രം ദർശനത്തിൽ പത്രോസ് കണ്ടു. അതിൽ സകലവിധ നാൽക്കാലികളും ഇഴജന്തുക്കളും ഉണ്ടായിരുന്നു. എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. പാടില്ല കർത്താവേ, മലിനമായതൊന്നും തിന്നിട്ടില്ലല്ലോ എന്ന് പത്രോസ് മറുപടി പറഞ്ഞു. എന്നാൽ ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനം എന്ന് പറയരുത് എന്ന സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി. ഈ ദർശനത്തെക്കുറിച്ച് ചഞ്ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊർന്നല്യോസിന് അയച്ച ആളുകൾ പത്രോസിനെ തേടി അവിടെ എത്തി. ഈ ദർശനം ലഭിച്ചതിനാൽ പത്രോസ് തടസ്സം ഒന്നും പറയാതെ അവരോടുകൂടെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പോയി. അവിടെ കൂടിയിരുന്ന ജാതികളോട് സുവിശേഷം അറിയിച്ചു. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആദ്യ വിജാതീയരിൽ ഒരാളായി കൊർന്നല്യോസ് അവിടെ കണക്കാക്കപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ ആണ് ഈ സംഭവം എഴുതിയിരിക്കുന്നത്. പത്രോസിനെ വിളിച്ച് സുവിശേഷം കേൾക്കണമെന്ന് ദൂതൻ ദർശനത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് കൊർന്നല്യോസ് പത്രോസിനെ വിളിക്കാൻ യോപ്പയിലേക്ക് ആളയച്ചതും. ദൈവിക പദ്ധതിയിൽ നമ്മെ നടത്തുവാൻ, ദൈവിക വിഷയത്തിൽ നമ്മെ സമ്പന്നരാക്കുവാൻ ദർശനങ്ങളിൽ കൂടെയും സ്വപ്നങ്ങളിൽ കൂടെയും ദൈവം വഴി നടത്തുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് അപ്പോസ്തലനും ദർശനവും വെളിപ്പാടുകളും ലഭിച്ചിരുന്നതായി കാണുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ താൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് തനിക്കൊരു ശൂലം തന്നിരിക്കുന്നതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ പോരായ്മയായിരുന്നു എന്ന്
വേദപഠിതാക്കൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം വായിക്കട്ടെ. ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു, അത് വൈകിയാലും അതിനായി കാത്തിരിക്ക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ജനത്തെ അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക്. ഇവിടെ ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നു, ദർശനം അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അല്പം താമസിച്ചാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ 2 അനുഭവങ്ങൾ ഷെയർ ചെയ്യട്ടെ. ഞങ്ങളുടെ മകള് 9 വയസ്സുള്ളപ്പോൾ രാവിലെ ഒരു സ്വപ്നം കണ്ടത് എന്നെ അറിയിച്ചു. ഞങ്ങൾ താമസിച്ചിരുന്ന കുവൈറ്റി ബിൽഡിങ് ഡിമോളിഷ് ചെയ്യുവാൻ പോകുന്നു എന്നാണ് മോള് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് വലിയ ഒരു വീട് കിട്ടി എന്ന് പറയുവാനിടയായി. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, ഈ ബിൽഡിങ് പൊളിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. താഴെ 2 നിലകളിൽ ഷോപ്സും മുകളിൽ 5 നിലകളിൽ വില്ലകളുമായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. എസ്കലേറ്ററും ലിഫ്റ്റും ഒക്കെ ആയിട്ടുള്ള സാമാന്യം പുതിയ ബിൽഡിങ്. ഇത് പൊളിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചിന്തിച്ചത്. എന്നാൽ ഞങ്ങൾ 4 മാസം കഴിഞ്ഞ് ലീവിന് നാട്ടിൽ പോയ സമയം ആ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഞങ്ങളുടെ മകളുടെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കൊരു നോട്ടീസ് കിട്ടി, വീട് വെക്കേറ്റ് ചെയ്യണം, ഞങ്ങളൊക്കെ പുതിയ വീട് അന്വേഷിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. അന്നേരം ഞാൻ മോളോട് പറഞ്ഞു, മോളുടെ ഡ്രീം ട്രൂ ആകാൻ പോവുകയാണോ? അങ്ങനെ ഞങ്ങൾ മടങ്ങി വന്നപ്പോൾ എല്ലാവരും വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങളും വീട് അന്വേഷിച്ചു. അങ്ങനെ ഞങ്ങളെ കാണിച്ച ഒരു ഫ്രണ്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ആ ഫ്ലാറ്റ് കാണുവാനിടയായി. ഞങ്ങൾ ചെന്നപ്പോൾ മോള് സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ഒരു വലിയ ഫ്ലാറ്റ്. അങ്ങനെ ഫ്ലാറ്റ് അത്രയും വലിപ്പമുള്ളത് കണ്ടിട്ടില്ല. 2 വലിയ ഹോളും 3 വലിയ ബെഡ്റൂമും 2 ബാത്റൂമും വലിയ കിച്ചൺ, സെർവൻസ് റൂം, ഇങ്ങനെ വലിയൊരു ഫ്ലാറ്റ് കാണുവാനിടയായി. അതിൻ്റെ റെൻ്റ് അല്പം കൂടുതലായിരുന്നതിനാൽ ഞങ്ങൾ അത് വിട്ടിട്ട് വേറെ നോക്കാമെന്ന് മനസ്സിൽ വിചാരിച്ച സമയത്ത് ആ ഓണർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് റെൻ്റ് എത്ര തരാം? അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന റെൻ്റ് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഓക്കെ, ഇത് വീട് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞങ്ങൾക്കും വളരെ അത്ഭുതമായി. അങ്ങനെ മോള് സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ഉള്ള ഒരു വലിയ വീട് ഞങ്ങൾക്ക് കിട്ടുവാൻ ഇടയായി. അതോർത്ത് ദൈവത്തെ സ്തുതിച്ചു. പിന്നീട് വെക്കേറ്റ് ചെയ്ത ആ ബിൽഡിങ് കുറേ നാളത്തേക്ക് കേസും വഴക്കുമായി അങ്ങനെ കിടന്നു. കുവൈറ്റി ഓണറാണ്. അവരും ബഹ്റിൻ ഗവൺമെൻറ്റുമായിട്ടുള്ള തർക്കത്തിൽ ആ കേസ് കുറേ നാൾ അങ്ങനെ മുന്നോട്ട് പോയി. അവസാനം ആ ബിൽഡിങ് ഡിമോളിഷ് ചെയ്തതായി കാണുവാനും ഇടയായി. ദൈവത്തിൻ്റെ ആ ഒരു അത്ഭുതം ഞങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെയും ദൈവം വിഷയങ്ങളെ മുന്നറിയിപ്പ് തരുമോ എന്ന് ഞങ്ങൾ വിചാരിച്ച് ദൈവത്തെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. തുടർന്ന് ഞങ്ങളുടെ മകൻ, 2ാമത്തെ മകൻ ബഹ്റിനിൽ സ്കൂളിങ് കഴിഞ്ഞ് BBAയും MBAയും ബഹ്റിനിൽ തന്നെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞ് അവിടെ ഒരു ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി കളഞ്ഞിട്ട് UK ഇൻഷുറൻസ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് കോഴ്സ് പഠിക്കാനായിട്ട് ലണ്ടൻ ഖാസ് ബിസിനസ് സ്കൂളിൽ കടന്നുപോയി. അവിടെ 9 മാസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ 3 മാസം അവന് പ്രോജക്റ്റ് ഉണ്ട്. ആ സമയം അവിടെ UK തന്നെ നിന്ന് പ്രോജക്റ്റ് ചെയ്യുവാമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ആ സമയത്ത് ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാനൊരു ഓഡിബിൾ വോയിസ് കേൾക്കുകയാണ്. മോനെ അറിയാവുന്ന ആൾ റെക്കമെൻഡ് ചെയ്ത് നല്ല ജോലി ലഭിച്ചിരിക്കുന്നു. ആ സമയത്ത് ജോലിക്ക് അന്വേഷിക്കുന്ന പോലുമില്ല. അപ്പോൾ ഇങ്ങനെ കേട്ടത് ഞാൻ മോനോട് അറിയിച്ചു. അപ്പോൾ മോൻ പറഞ്ഞു, മമ്മി, ഞാൻ ബഹ്റിനിലേക്ക് പ്രോജക്റ്റ് ചെയ്യാൻ വരികയാണ്. ഞങ്ങളുടെ പ്രൊഫസർ ഒരാൾ ഡയറക്ടറായിരിക്കുന്ന ഒരു കമ്പനി ബഹ്റിനിലുണ്ട്, അവിടെ പ്രോജക്റ്റ് ചെയ്യാമോ എന്ന് പ്രൊഫസർ ചോദിച്ചതിനാൽ ബഹ്റിനിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ ബഹ്റിനിൽ വന്ന് 1 മാസം ട്രഷറി ഇൻഷുറൻസ് കമ്പനിയിൽ പ്രോജക്റ്റ് ചെയ്ത് മടങ്ങിപ്പോകുമ്പോൾ അവർ ചോദിച്ചു, നിൻ്റെ CV ഇവിടെ തന്നിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ CV കൊടുത്തിട്ട് പോയി. 3 മാസം കഴിഞ്ഞ് പ്രോജക്റ്റ് എല്ലാം സമർപ്പിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബഹ്റിനിൽ മടങ്ങി വന്നു. ജോലി അന്വേഷിച്ചു തുടങ്ങി. ആ സമയം അപ്രത്യക്ഷിതമായി നേരത്തെ പ്രോജക്റ്റ് ചെയ്തിരുന്ന ട്രഷറി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു, അവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെ ആ സമയം ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ മോൻ്റെ പ്രൊഫസർ, ഈ കമ്പനിയുടെ ഡയറക്ടറുമാണ്, ആ പ്രൊഫസറും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ മോന് സെലക്റ്റായി അവിടെ ജോലിയിൽ പ്രവേശിച്ചു. ഇന്നും ദൈവകൃപയാൽ ആ ജോലിയിൽ അവിടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു.
ഇവിടെ അവനെ അറിയാവുന്ന ആൾ റെക്കമെൻഡ് ചെയ്തു ജോലി ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അവിടെ നിറവേറി. അവൻ്റെ പ്രൊഫസറും കൂടെ ഡയറക്ടറായിരിക്കുന്ന ആ കമ്പനിയിൽ തന്നെ ദൈവം മകന് ജോലി കൊടുത്തു. ഇങ്ങനെ ദർശനങ്ങളിൽ കൂടെയും വെളിപ്പാടുകളിൽ കൂടെയും ദൈവം അരുളി ചെയ്തിരിക്കുന്ന അനുഭവങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 23:19 വായിക്കുന്നു. നമ്പേഴ്സ് 23:19. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അതെ, ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ദർശനം അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. വരും നിശ്ചയം. താമസിച്ചാലും അതിനായി കാത്തിരിക്കണം എന്നാണല്ലോ ഹബക്കൂക്ക് പ്രവാചകനും പറയുന്നത്. ഏതെങ്കിലും വാഗ്ദത്തം പ്രവാചകനിലൂടെയോ സ്വപ്നങ്ങളിൽ കൂടെയോ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയോടെ അതിനായി കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സമയത്ത് അത് നടക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കുവാൻ ലഭിച്ച ഈ നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സാക്ഷ്യം അനുഗ്രഹമായി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അനുഗ്രഹം പ്രാപിക്കുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.